ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പപ്പായ മരമില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഈ പപ്പായ ചെടിയെ അത്ര നിസ്സാരനായി കാണണ്ട കേട്ടോ. ഈ പപ്പായയെ പല സ്ഥലത്തും പല പേരിലാട്ടോ അറിയപ്പെടുന്നത്. ഓമയ്ക്ക, കപ്ലങ്ങ, പാപ്പയ്ക്ക എന്നീ വിവിധ പേരുകളിലാണ് ഓരോ സ്ഥലത്തും ഇവയെ വിളിക്കുന്നത്. നമ്മുടെ പറമ്പുകളിലെല്ലാം ഈസിയായി പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് ഈ പപ്പായ ചെടി. പക്ഷേ പലരും വേണ്ട വിധത്തിൽ അത് പ്രയോജനപ്പെടുത്താറില്ല എന്നാണ് സത്യം. നാടൻ പപ്പായയെ കൂടാതെ റെഡ് ലേഡി, യെല്ലോ ലേഡി എന്നിങ്ങനെയുള്ള വിവിധ ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്ന പപ്പായ ചെടികൾ ഈ ഇനത്തിൽ വരുന്നവയാണേ. ഞങ്ങളൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ചിലപ്പോൾ കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചെടി തന്നെ നശിച്ചു പോവും. അങ്ങനെ കുറേ എണ്ണം ഇവിടെ നശിച്ചു പോയിരുന്നു. അന്ന് ഇപ്പം 2-3 എങ്ങനെയോ പിടിച്ച് കിട്ടി, പിടിച്ചിട്ടുണ്ട്. പിടിച്ച് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം അല്ലേ? ഈ എന്താ പറയുക, വിഷങ്ങൾ അടിച്ചിട്ടുണ്ടോ ഒക്കെ ഒരു പേടിയാണ് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കാമല്ലോ. പപ്പായ ഉണ്ടാവാൻ അങ്ങനെ സീസണൊന്നുമില്ല, എല്ലാ സമയത്തും ഉണ്ടാവും. ഈ പപ്പായയിൽ നിറയെ വിറ്റാമിനുകൾ, നാരുകൾ, മറ്റ് ധാതുക്കൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറയെ ഉണ്ട്. അപ്പോൾ ഈ പപ്പായ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതൊക്കെ തടയും. അതേമാതിരി അമിതമായി ഈ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞു കൂടുന്ന വഴി നമുക്ക് ഹൃദയാഘാതം, BP എന്നൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. അപ്പം അതൊക്കെ ഈ പപ്പായ കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതുകൂടാതെ തന്നെ നമുക്ക് നല്ലൊരു സൗന്ദര്യ സംരക്ഷണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പപ്പായ. മുഖ സൗന്ദര്യത്തിനും നിറം വർദ്ധിപ്പിക്കാനും പലരും പഴുത്ത പപ്പായ ഉപയോഗിക്കാറുണ്ട്. ഈ ബ്യൂട്ടി പാർലറുകളിലൊക്കെ പപ്പായ ഉപയോഗിച്ച് നമുക്ക് മുഖം മസാജ് ചെയ്യുന്നത് കാണാറില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ മനസ്സിലാക്കാം പപ്പായ എത്ര ഗുണമുണ്ടെന്ന്. നമ്മുടെ പറമ്പുകളിലെല്ലാം ധാരാളമായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് ഇവയ്ക്ക് അത്ര ആരും ശ്രദ്ധ കൊടുക്കാറില്ല. പപ്പായയുടെ ഗുണം മനസ്സിലാക്കിയവർ ഇത് ഉപേക്ഷിക്കില്ല കേട്ടോ, അത് വേറൊരു സത്യം തന്നെയാണ്. അതായത് ഈ പപ്പായ ഈ പഴം മാത്രമല്ല, പപ്പായൻ്റെ ഇല, പിന്നെ അതേമാതിരി കുരു, പച്ച പപ്പായ, എന്തിനിതൊക്കെ പറയണു, പപ്പായൻ്റെ വേര് പോലും അത്രയും ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം ഉണ്ടാവുമല്ലോ, അതിനൊക്കെ സഹിക്കാൻ പറ്റണ വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ ധാരാളമായിട്ട് പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ത്വക്ക് രോഗങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ പപ്പായയ്ക്ക് കഴിയുന്നത് പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഉൾപ്പെടെ എൻസൈമുകൾ, പ്രോട്ടീൻ, ധാതുലവണങ്ങൾ എന്നിവയും പപ്പായയിൽ ധാരാളമായിട്ടുണ്ട്. ഈ പപ്പായയിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ ഒക്കെയാണ് നമ്മുടെ ഈ ക്യാൻസറിനൊക്കെ ചെറുക്കാൻ സഹായിക്കുന്നത്. പോഷകമൂല്യങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും പപ്പായയിൽ കാലറി കുറവാട്ടോ. അപ്പോൾ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പഴുത്ത പപ്പായയും പച്ച പപ്പായയും ഉപയോഗിക്കാം. അത് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് അമിതവണ്ണം തടയാൻ പപ്പായ സഹായിക്കും. നമ്മുടെ ദഹന പ്രക്രിയയിൽ തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ദഹനം വളരെ സുഗമമാക്കാൻ പപ്പായയ്ക്ക് കഴിവുണ്ട്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പഴുത്ത പപ്പായ കഴിക്കുകയാണെങ്കിൽ പിത്തം എന്നുള്ള ഒരു രോഗമുണ്ടല്ലോ, അതും ഉണ്ടാവില്ല. ഈ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എൻസൈം, പ്രോട്ടീനുകൾ എന്നിവ വിഘടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ കൊഴുപ്പായി അടിയുന്നത് തടയുകയും പ്രമേഹം, രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പപ്പായ. പപ്പായ നമ്മൾ അതിരാവിലെയോ അതോ രാത്രിയോ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അതേമാതിരി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പപ്പായ. പിന്നെ ഈ കാലറിയൊക്കെ കുറവായതുകൊണ്ട് നമ്മുടെ വണ്ണം വയ്ക്കുന്നുള്ള പേടിയൊന്നും പപ്പായ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല. ഈ പപ്പായയിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ അതേ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയല്ലോ. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈ ചുളിവുകൾ
അകറ്റിയിട്ട് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അകറ്റും. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിലെ ഈ തൊലിപ്പുറമൊക്കെ നല്ല സ്മൂത്തായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ബ്യൂട്ടി പാർലറുകളും ഇവരൊക്കെ ഈ പപ്പായേൻ്റെ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് അതുകൊണ്ടാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ പപ്പായൻ്റെ പഴം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളല്ലേ. ഇനി അതുപോലത്തെ നമ്മുടെ ഈ പഴത്തിലെ ഇല ഉണ്ടല്ലോ, അതും ആവിയിൽ നന്നായി വേവിച്ചിട്ട് കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനും ഒക്കെ ഉള്ള മരുന്നാണ്. അതേമാതിരി പപ്പായൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, അയേൺ, മഗ്നീഷ്യം, ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ, വൈറ്റമിൻ എ, സി, ഇ, കെ തുടങ്ങിയവയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു കണ്ടുപിടുത്തം ഉണ്ട്, പപ്പായയുടെ ഇല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചായ ഈ പെപ്റ്റിക് അൾസർ ഉണ്ടല്ലോ, അത് പിന്നെ കുറേയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ, വയറിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാവുമല്ലോ, അതും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള അസെറ്റോജനിൻ എന്നുള്ള ഒരു സംയുക്തമുണ്ട്. അതാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ, ശ്വാസകോശാർബുദം, പാൻക്രിയാറ്റിക് ക്യാൻസർ പിന്നെ എന്നീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പറയുന്നത്. ഇലയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളൊക്കെ കീമോതെറാപ്പി മൂലം നമുക്ക് കുറേ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പ്രശ്നമാണല്ലേ ആർത്തവവേദന, അത് ഭയങ്കരമാണല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പായേൻ്റെ ഇലേൻ്റെ നീര് പിന്നെ നല്ല ഔഷധമാണ് കേട്ടോ. വേദന കുറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ ഈ ഇതൊക്കെ മാസമുറയൊക്കെ റെഗുലറായിട്ട് വരാനും പപ്പായുടെ ഈ നീര് നല്ലതാട്ടോ, ആ ഇലേൻ്റെ നീര്. പിന്നെ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ കൂടുതലും ഡെങ്കിപ്പനി വരുമല്ലോ, അതിനൊക്കെ പ്രതിരോധിക്കാൻ ഈ പപ്പായുടെ ഇലയ്ക്ക് കഴിയും. പിന്നെ നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനും പപ്പായയുടെ ഇല സഹായിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന അറിവാണല്ലോ അല്ലേ. ഡെങ്കിപ്പനിക്കൊക്കെ ഉത്തമമാണെന്ന് അത് എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഓടിപ്പോയിട്ട് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കുകയൊന്നും ചെയ്യരുത്. ഒരു നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. എന്താ പറയുക, ഓരോരുത്തർക്കും അതിൻ്റെ എഫക്റ്റ് ഓരോ മാതിരിയാവും. അപ്പം നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സിക്കരുത്. ആരെങ്കിലും ഉപദേശം മാത്രം ഉൾക്കൊണ്ട് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ കേട്ടോ. ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ പഴുത്ത പപ്പായ നല്ല മധുരമൊക്കെയാണ്, എന്നാലും അവർക്കൊക്കെ കഴിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്, അത് പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ അതിൽ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ കുറച്ചൊക്കെ പപ്പായ കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പപ്പായയുടെ ഇല കഴിക്കുന്നത് ഈ പ്രമേഹ രോഗത്തിനൊക്കെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. പപ്പായയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകൾ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവും പിന്നെ അത് കഴിക്കുന്നതിലൂടെ കുറയും. അപ്പം ഈ ഇല കഴിക്കുന്നതുകൊണ്ട് പ്രമേഹം കുറച്ച് കുറവ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പപ്പായയുടെ വേരിലേക്ക് വരാം. അതിനും ഉണ്ട് ഗുണം. പപ്പായയുടെ വേര് ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം ഈ പല്ല് വേദന വരില്ലേ, ആ സമയത്ത് അവിടെ വെച്ച് നോക്കുമോ പല്ല് വേദന കുറയും. ഇനി കുരുവിലേക്ക് വരാം. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും പിന്നെ അതേമാതിരി പപ്പായയുടെ കുരുവിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വൃക്കയുടെ തകരാറുകളൊക്കെ തടയാനും പിന്നെ നമ്മുടെ കരളിൽ നിന്ന് വിഷാംശങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ ഇല്ലാതാക്കുക. ഇതൊക്കെ പപ്പായയുടെ കുരുക്കളൊക്കെ പിന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുരു എങ്ങനെയൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഈ പപ്പായയുടെ കുരുവിനും ഉണ്ട്. ഈ പപ്പായയിൽ ലൈക്കോപ്പിൻ എന്ന ഘടകമുള്ളതുകൊണ്ട് ഈ കൊളസ്ട്രോൾ തടയുകയും നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാനും പപ്പായ സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കണോണ്ട് അണുബാധ ഏൽക്കുന്നതുകൂടി നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട് കേട്ടോ ഈ പപ്പായ. ഇതൊക്കെ കേട്ടോ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്?
ഒരു തയ്യെങ്കിലും വീട്ടിൽ വളർത്തണമെന്ന് തോന്നിയില്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഒരു തൈ നടണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ പപ്പായയുടെ ഗുണങ്ങൾ മാത്രമല്ലേ കേട്ടുള്ളൂ. ഇനി ഇതേമാതിരി തന്നെ ദോഷമുണ്ട് പപ്പായയ്ക്ക്. ഏതൊരു സാധനത്തിനും ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും. അപ്പോൾ ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ. ആരെങ്കിലും എൻ്റെ ചാനൽ സബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബെല്ലും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ശരി, ബൈ.